ലോറൻസ് ബ്രദർ നമ്മുടെ മീറ്റിംഗിലുള്ളത് കാണുവാനും ഒരു സന്തോഷം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളെ നാം അത് മനസ്സിലാക്കിക്കൊണ്ട് നാം അതിനുവേണ്ടി നന്ദി കരയറ്റുന്ന ഒരു ഹൃദയ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചാൻസും കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ. സ്തോത്രം. ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇന്നിരുന്നപ്പോൾ കർത്താവ് എന്നോട് പല വിഷയങ്ങൾ, എസ്പെഷ്യലി എന്നെ നന്നായി അറിയാവുന്നവർക്ക് ഈ ദിവസങ്ങൾ 26, 27, 28 ഒക്കെ എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയതും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലത് ജീവിതത്തിൽ സംഭവിക്കുകയും അതിനുശേഷം ദൈവകരം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം സഹായിക്കുന്ന ദിവസങ്ങളാ. അതുകൊണ്ട് ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഈ ദിവസങ്ങൾ, ഈ 2 ദിവസങ്ങൾ, എസ്പെഷ്യലി ഇന്നാണെങ്കിലും ദൈവസന്നിധിയിലെ ശുശ്രൂഷയെ കുറിച്ചും ദൈവം നമ്മളെ വിളിച്ച് ആ ഒരു ഹൈ കോളിംഗ് എന്നുവെച്ചാൽ എസ്പെഷ്യലി മിനിസ്ട്രി റിലേറ്റഡ് കോളിംഗ്, അതിനെ കുറിച്ചൊക്കെ ഒന്നുകൂടെ ചിന്തിക്കുവാനും കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും പഠിച്ചതും പല വിഷയങ്ങളെ ഒന്നുകൂടെ ചിന്തിക്കാനും ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ദൈവം ജീവിതത്തിലും നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിൽ നിന്ന് ചില വിഷയങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കിടാൻ ആഗ്രഹിക്കുന്നു. Let us turn our attention to Matthew chapter 16 verse 24. അവിടെ നാം കാണുന്നത്, Then said Jesus unto his disciples, If any man will come after me, let him deny himself and take up his cross and follow me. If any man, കർത്താവിന് വേണ്ടി ഒരു ശിഷ്യത്വം അല്ലെങ്കിൽ കർത്താവിന്റെ പിന്നാലെ ഒരു ടോട്ടൽ സറണ്ടറിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് നമ്മളെ ആരെയും ഇങ്ങനെ തന്നെ ചെയ്യണം, നിങ്ങൾ വന്നേ മതിയാകൂ, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾനെസ്സോ ഒരു ഇമ്പോസിങ് ഹിസ് വിൽ ഓൺ അസ്, അങ്ങനെ ഒരു സിറ്റുവേഷനേ അല്ല. അവിടെ ഇറ്റ് ഈസ് സംതിങ് where you get a free choice. If anyone, എനിക്ക് ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചിന്ത നാം ചിന്തിക്കാൻ പോകുന്നത്, ഇഫ് എനി മാൻ വിൽ വെച്ചാൽ ഇതിന്റെ തന്നെ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് അങ്ങനത്തെ ഒരു സറണ്ടറിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എസ്പെഷ്യലി ഈ ഒരാഴ്ച എന്ന് വെച്ചാല് ഒരുപാട് വിഷയങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും ഒരാഴ്ചയായതുകൊണ്ട് തന്നെ ഈവൻ ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയം എന്ന് വെച്ചാൽ പാപ്പച്ചൻ പാസ്റ്ററിനും അസിസ്റ്റന്റിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചല്ലോ. അന്നേരം ഞാൻ ശുശ്രൂഷ ഇനി മുന്നോട്ടുള്ള കർത്താവിന്റെ ജനം അല്ലെ ദൈവസഭ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എന്തൊക്കെ സാഹചര്യങ്ങൾ വരാം, അത് നമ്മൾ പ്രതീക്ഷിക്കണം. അത് മാത്രമല്ല, പക്ഷെ ആ സമയത്തും നമ്മുടെ ജീവിതത്തിൽ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ലോർഡ് എക്സ്പെക്ട്സ്, കർത്താവ് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്താണെന്നും അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാൻ let us turn our attention to Numbers chapter 6. ഈ മാത്യു 16 നാം വായിച്ചതുപോലെ തന്നെ ഇഫ് എനി മാൻ എന്ന് അവിടെ കർത്താവ് യേശുക്രിസ്തു ഇഫ് എനി മാൻ ഡിസയേഴ്സ് ടു ഫോളോ മീ അല്ലെ, ആ സെയിം വാക്യം അതേ സെയിം രീതിയിൽ, വാക്യം എന്ന് വെച്ചാല് അതേ സെയിം രീതിയിൽ ആ വിഷയം നാം നമ്പേഴ്സ് ചാപ്റ്റർ 6 കാണുമ്പോൾ 6 വേഴ്സ് 2 മുതല് നാം വായിക്കുമ്പോൾ, Speak unto the children of Israel and say unto them, when either man or woman shall separate themselves to vow a vow of Nazarite to separate themselves unto the Lord. So ഇവിടെയും there is no compulsion, absolute ഒരു free will. If anyone, a man or a woman, they want to separate themselves to a vow,
അവിടെ ആബ്സല്യൂട്ട്ലി പ്രിയമുള്ളവരെ, ഐ വോണ്ട് us to connect it to the calling in our lives. എന്ന് വെച്ചാല് ഇവിടെ സ്പീക്ക് അൺ ടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രയേൽ. കർത്താവിന് വേണ്ടി കർത്താവ് തനിക്ക് വേണ്ടി തന്നെ ചൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ജനത്തോട് സംസാരിക്കുക. Understood? So it is a holy people to whom God is speaking. ഒരു വിശുദ്ധ കൂട്ടം, ഞാൻ അവരുടെ കർത്താവ്, ഞാൻ അവരുടെ പിതാവ്, അവരെന്റെ ജനം, അങ്ങനൊക്കെ അല്ലെ, വാഗ്ദത്ത സന്തതി, അങ്ങനൊക്കെ ഒരു യുനോ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനൊക്കെ ഒരു പ്രിവിലേജസ് ഉള്ള ജനമായ ഇസ്രായേലിനോട് പറയേണ്ട വിഷയമാണ്. അതിനെ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ദൈവസഭ അല്ലെങ്കിൽ ശിഷ്യത്വം ഏറ്റ നാം ഓരോരുത്തരോടും കർത്താവ് ഇന്ന് പറയുന്ന ഒരു യുനോ ദ കോൾ ഓഫ് ദ ലോർഡ് ടുവേർഡ്സ് അസ്, എസ്പെഷ്യലി സോഷ്യൽ നിൽക്കുന്നവരോട്. അന്നേരം അവിടെ ഒരു കമ്പൽഷൻ അല്ല. ആരെങ്കിലും ഒരു നാസ്രൈറ്റ് ആയിട്ട് ജീവിക്കുവാൻ ഒരു വൗ എടുക്കണം എന്ന് ആർക്കെങ്കിലും, സ്ത്രീയോ പുരുഷനോ, സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം, ഈ ഇസ്രായേൽ കൂട്ടത്തിൽ നിന്ന് തന്നെ, അല്ലെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ തങ്ങളെ തന്നെ യഹോവയ്ക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ ചെയ്യണം എന്നാ അവിടെ എഴുതിയേക്കുന്നത്. ആ വിഷയങ്ങളെ ഒന്ന് നാം പെട്ടെന്നൊന്ന് ചിന്തിച്ചാല്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ് ഇസ് പ്യൂർലി വോളണ്ടിയറി. നാം തന്നെ എനിക്ക് വേണം, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അല്ലെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു കോളിങ്ങിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സമർപ്പണമുള്ളവരുടെ ജീവിതത്തെ നോക്കി എന്തൊക്കെ വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫ്യൂ ആസ്പെക്ട്സ് നാം ഒന്ന് നോക്കാം. അവിടെ 3-ാമത്തെ വാക്യത്തിൽ നാം പിന്നെ വായിക്കുന്നത്, he shall separate himself from wine and strong drink. എല്ലാം പറയാനുള്ള നേരമില്ല, അതുകൊണ്ട് ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. അന്നേരം അവിടെ സെപ്പറേഷൻ ഫ്രം വൈൻ ആൻഡ് സ്ട്രോങ് ഡ്രിങ്ക്. വൈനിനെ കുറിച്ച് നാം ഇസ്രായേൽ മക്കളും വൈനുമായിട്ട് നാം ഒന്ന് നോക്കിയാൽ, സത്യം പറഞ്ഞ ഇസ്രായേൽ മക്കൾ ആ ദേശം ഉറ്റുനോക്കാൻ പോയപ്പം തന്നെ കൊണ്ടുവന്ന് ആദ്യത്തെ ഫ്രൂട്ട്, ആ ദേശത്തെ ഫ്രൂട്ട് എന്തുവായിരുന്നു? അത് ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലായിരുന്നു. 2 പേരുടെ തോളിനിടയില് ഒരു മുന്തിരിക്കൊല, അല്ലെ? അതല്ലേ ഫ്രൂട്ട് ഓഫ് ദ വൈന. അവരാ ദേശത്തുനിന്ന് 12 സ്പൈസിനെ വിട്ടിട്ട് അവിടുന്ന് കൊണ്ടുവന്നത് തന്നെ ഇറ്റ് വാസ് ഗ്രേപ്പ് ഫ്രൂട്ട്, അല്ലെങ്കിൽ അങ്ങനെ അത്രയും അതൊരു അനുഗ്രഹം, അത് ഇസ്രായേലിന് വേണ്ടി ഒരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഈ വൈനിനെ കുറിച്ച് വായിക്കുന്നത് സാംസ് 104-ന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈൻ ദാറ്റ് മേക്കത്ത് ഗ്ലാഡ് ദ ഹാർട്ട് ഓഫ് മാൻ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. അതേ സമയത്ത് നാം വേറൊരിടത്ത് പ്രോവേർബ്സ് 31st ചാപ്റ്ററിന്റെ 6th വേഴ്സിൽ നാം വായിക്കുന്നത്, ഗിവ് വൈൻ അൺടു ദോസ് ദാറ്റ് ബി ഓഫ് ഹെവി ഹാർട്ട്. അന്നേരം അത് സന്തോഷത്തിന്റെ ഒരു അവസരം വന്നാലും സന്തോഷത്തിന്റെ അവസരമല്ല, ദുഃഖിതരായി ഇരിക്കുമ്പോഴും ഏത് സാഹചര്യത്തിലും മനുഷ്യന് ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനും മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ആ സന്തോഷം വർദ്ധിപ്പിക്കാനാണെങ്കിലും വേദന മറക്കാനാണെങ്കിലും ഇസ്രായേൽ മക്കൾ എന്തുവാ? വീഞ്ഞ, അല്ലെ? അന്നേരം ഈ വീഞ്ഞിൽ നിന്ന് തന്നെ അവൻ മാറി നിൽക്കണം പറഞ്ഞ ആ ഒരു വിഷയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് ഒരാള് വീഞ്ഞിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരുപാട് സോഷ്യൽ ഫങ്ഷൻസിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്ത് തന്നെ വരുമ്പോഴും അവരുടെ ഒരു നോർമൽ ഒരു ഫുഡ് ഹാബിറ്റിലോ അല്ലെങ്കിൽ അവരുടെ ഒരു വെഡിങ് ആയാലും ഏത് സാഹചര്യത്തിലും ഈ വീഞ്ഞ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി തന്നെത്താൻ സെപ്പറേറ്റ് ചെയ്ത ഒരാള് മാറി നിൽക്കണം എന്ന്.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് ഐ വോണ്ട് ടു ബി സെപ്പറേറ്റഡ് അൺ ടു ദ ലോഡ്, ഫോർ ദ ലോഡ് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി മീൻ? ഇറ്റ് മീൻസ് നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും there are certain things which might not be harmful. അല്ലെങ്കിൽ നാം 1 കൊരിന്ത്യർ 6-ന്റെ 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലും 10-ന്റെ 23-ൽ വായിക്കുന്നത് പോലെ all things are permissible but all things are not beneficial. അന്നേരം മറ്റുള്ളവർക്കൊക്കെ പെർമിസിബിൾ ആയിട്ടുള്ള ചില വിഷയങ്ങള് എനിക്ക് ബെനിഫിഷ്യൽ അല്ലായിരിക്കും, അല്ലെ? കർത്താവിന് വേണ്ടി തന്നെത്താനെ സെപ്പറേറ്റ് ചെയ്യുന്നവർക്ക് എല്ലാ ഇറ്റ് ഇസ് നോട്ട് എ സിൻ, അണ്ടർസ്റ്റുഡ്. ബട്ട് ദെൻ നമ്മൾ ഇപ്പം സുസമാൻഡിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ നമ്മുടെ ടൈം ഒക്കെ വേസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങള്. അന്നേരം അതിൽ നിന്നൊക്കെ ഒരു സെപ്പറേഷൻ, വാട്ട് എവർ ഇസ് നോട്ട് ബെനിഫിഷ്യൽ, അതിൽ നിന്ന് ഒരു സെപ്പറേഷൻ പാലിക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തായിരിക്കണം? അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോഴോ ഒരു ദുഃഖം വരുമ്പോഴോ ഒരു സന്തോഷത്തിന്റെ ഏത് കാലത്തിലും, വെദർ ഇറ്റ് ബി എ ജോയ്ഫുൾ ടൈം ഓർ വെദർ ഇറ്റ് ബി എ സോറോഫുൾ ടൈം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ടത് വീഞ്ഞിലോ മറ്റ് ഹല്ലേലൂയ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെർമിസിബിൾ ആയിട്ടുള്ള വിഷയത്തിലല്ല. സങ്കീർത്തനം 1-ന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ his delight is in the law of the Lord and on his law he meditates day and night. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സന്തോഷിക്കുവാനും അല്ല, നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബലപ്പെടാൻ ഒക്കെ ഉള്ളത് എന്തുവാ? മറ്റുള്ളവരെ പോലെ അവിടെ ഇവിടെയും പോയി അല്ലെ മറ്റു ചില വിഷയങ്ങളെ തേടുവാനല്ല, നാം കർത്താവിന്റെ വചനത്തിൽ സന്തോഷിക്കണം. ആ ഡിലൈറ്റ് ഷുഡ് ബി ഇൻ ദ ലോ ഓഫ് ദ ലോർഡ്. പിന്നെ 6-ന്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ all the days of the vow of his separation there shall no razor come upon his head. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ കർത്താവിന് വേണ്ടി സെപ്പറേറ്റ് ആകുന്ന ഒരാള്, he is totally different from others, അല്ലെ? നാം 1 കൊരിന്ത്യർ 11-ന്റെ 14-ാമത്തെ വാക്യത്തിൽ, 1 Corinthians chapter 11 verse 14 says, if a man have long hair it is a shame unto him, അല്ലെ? that is what the word of God teaches us. അങ്ങനെയെങ്കിൽ ഈ പ്രത്യേക ഈ ഒരു this person who is going to dedicate himself to be separated unto the Lord, ദൈവവചനം എന്താ പറയുന്നത്? no razor shall come upon his head. that is also, അല്ലെങ്കിൽ അതിനെ നാം ഒരു മറ്റൊരു രീതിയിൽ ചിന്തിച്ചാല് പല ഹല്ലേലൂയ ഷെയിംഫുൾ ആയിട്ട് മുടി വളരും തോറും എന്തുവാ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഷെയിം ഫോർ ഹിം. ഹി ഈസ് ഗോയിങ് ആ ആളെ, ഒരു നാസറൈറ്റിനെ കണ്ടാല് മറ്റുള്ളവരിലെല്ലാം വേർപെട്ട് നിൽക്കും. മറ്റുള്ളവര് ഫൂളിഷ്നെസ് എന്നോ ഷെയിംഫുൾ എന്നോ റിപ്രോച്ച്ഫുൾ എന്നോ ഒക്കെ ചിന്തിക്കുന്ന വിഷയങ്ങൾ ഹി ഈസ് വോളണ്ടിയർലി ടേക്കിംഗ്, അല്ലെ? ശരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചു, പാസ്റ്ററിന്റെ നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞ ജോസ് പാപ്പച്ചൻ പാസ്റ്ററും ഷീജ സിസ്റ്ററിന്റെ കാര്യങ്ങളിൽ ഞാൻ ചിന്തിച്ചു. അങ്ങനെ എത്രയോ ദൈവദാസന്മാര് എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസില് they realize the call of God upon their lives. ദൈവത്തിന്റെ ഹിതം അവരെ കുറിച്ച് എന്താണെന്നും അതൊരു വോളണ്ടിയറിയാ, ഞാൻ കർത്താവിന് വേണ്ടി സഹിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ളവരെ പോലെ ഒരു ഈസി ലൈഫായിട്ട് ജീവിക്കാനല്ല, കംഫർട്ട് സോണിൽ ജീവിക്കുവാനല്ല, ഞാൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാൻ. അന്നേരം അവർ ചെയ്യുന്നത് മറ്റുള്ളവർ ചിലപ്പം റിപ്രോച്ച് ചെയ്യും, ഷെയിംഫുൾ ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കും ബുദ്ധിഹീനതയാ കാണിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ചിലപ്പം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ പറ്റും. പക്ഷെങ്കിൽ കർത്താവിന്റെ നിന്ന ചുമക്കാണെന്ന് വെച്ചാല് ആ റിപ്രോച്ചസ്, ആ ഷെയിം, ആ ഹല്ലേലൂയ ഫൂളിഷ്നെസ് എന്ന് തോന്നുന്ന വിഷയങ്ങളെ സന്തോഷത്തോടെ സഹിക്കുക, അല്ലെ? സന്തോഷത്തോടെ സഹിക്കുക എന്നുള്ള ആ വേർഡ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, സന്തോഷത്തോടെ ഏറ്റെടുക്കുക, അല്ലെ?
സത്യം പറഞ്ഞാൽ അവിടെ ആ വിഷയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് ഓർമ്മ വരിക. അവർ രണ്ടുപേരും ഹല്ലേലൂയ സെപ്പറേഷന് മുന്നേ, അവര് രണ്ടുപേരും അടുത്തോട്ട് സെപ്പറേറ്റ് ആവുന്നതിന് മുന്നേ അവിടെ നിൽക്കുമ്പോൾ അബ്രഹാമും ലോത്ത് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് ആൻഡ് സോ ദ ഗ്രീൻ, അല്ലെ? ഹല്ലേലൂയ സൊദോം ഗൊമോറയാ ലോത്ത് കാണുന്നത്. അത് നല്ല ഹല്ലേലൂയ ഗ്രീൻ ആയിട്ട്, ഗ്രീൻ പാസ്റ്റേഴ്സ്, പ്രോസ്പെറസ് പ്ലേസസ്, തന്റെ ആടുമാടുകൾക്കൊക്കെ ഇഷ്ടംപോലെ ഹല്ലേലൂയ ഫുഡും ഫോഡറും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് കണ്ടപ്പോൾ ലോത്ത് പെട്ടെന്ന് അത് ചൂസ് ചെയ്തു. പക്ഷെങ്കിൽ സ്വർഗീയ കാഴ്ചപ്പാടുള്ള അബ്രഹാം അന്നേരം അപ്പുറത്തെ സൈഡിലോട്ട്, അവിടെ വലിയ ഗ്രീനറി ഒന്നും ഇല്ല, പക്ഷെങ്കിൽ ആ കാര്യം ഏറ്റെടുക്കുന്നതെന്ന് വെച്ചാല് ലോത്ത് അന്നേരം ചിന്തിച്ചു കാണും, ഫുളിഷ് എബ്രഹാം, നിനക്കും ആടുമാടുകളില്ലേ, എങ്ങനെ ജീവിക്കുമെന്ന്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ ഹല്ലേലൂയ ഒരു പ്രശ്നമായിട്ട് ചിന്തിച്ച് മറ്റുള്ളവര് നമ്മളെ നോക്കി ചിന്തിക്കാമായിരിക്കും. പക്ഷെങ്കിൽ സ്വർഗീയ കാഴ്ചപ്പാട്, ഹല്ലേലൂയ കൈപ്പണിയല്ലാത്തൊരു നഗരം, ഹല്ലേലൂയ ദൈവം തന്നെ ശില്പിയായിട്ട് നിർമ്മിച്ച് ആ നഗരത്തെ കണ്ടവനറിയാം, എന്റെ ഈ ലോകത്തിലെ ടെമ്പററി ചോയ്സസ് അത് ഫുളിഷ്നെസ്സും റിപ്രോച്ച്ഫുള്ളും ആണെങ്കിലും കർത്താവ് ഹല്ലേലൂയ ഒരിക്കലും ഞാൻ ലജ്ജിച്ചു പോകാത്ത ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്, എനിക്ക് അത് മതിയെന്ന്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ, എസ്പെഷ്യലി ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഒക്കെ ബന്ധത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ ഹല്ലേലൂയ when we just let hallelujah shameful or reproachful things come in our life, hallelujah നമ്മളൊരു തെറ്റ് ചെയ്തിട്ടല്ല എങ്കിലും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചിലത് സഹിക്കാൻ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകളെ ഉയർത്തി ഹല്ലേലൂയ കർത്താവ് ശില്പിയായിട്ട് പണിത് ഹല്ലേലൂയ കർത്താവിന്റെ കരം കൊണ്ട് പണിത് ആ നഗരത്തെ നോക്കി നാം നമ്മുടെ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് മാത്രമല്ല, നെക്സ്റ്റ് നാം വായിക്കുന്നത് അതിന്റെ 6-ാമത്തെ വാക്യത്തില്, all the days that he separated himself unto the Lord, he shall come at no dead body. അന്നേരം ഡെഡ് ബോഡിയുടെ അടുത്ത് ഈ ഹല്ലേലൂയ നാസറൈറ്റിന് വരാൻ അനുവാദമില്ല. ഡെഡ് ബോഡി ഓർ ഡെഡ് തിങ്സ്, ഹല്ലേലൂയ പാപത്തിലൊക്കെ ഹല്ലേലൂയ പാപത്തിൽ ഹല്ലേലൂയ ഡെഡ് ആയിട്ടുള്ള ഒരു ജീവനില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്നവരുടെ കൂടെ ഒരു ഇണയില്ല പിണ, യോക്ക് ടുഗദർ വിത്ത് അൺബിലീവേഴ്സ് നമുക്ക് പാടില്ല. സോ അങ്ങനത്തെ ഒരു ബീങ് യോക്ക് ടുഗദറിന്റെ അനുഭവം നമുക്ക് പാടില്ല. ആ ഡെഡ് ബോഡി ഇനിയും ആരായിക്കോട്ടെ, 7-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, അത് വെദർ ഇറ്റ് ബി ഹിസ് ഫാദർ, ഹിസ് മദർ, ഹിസ് സിസ്റ്റർ, എനിവൺ, എത്ര ക്ലോസ് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പോലും തന്റെ ജീവിതത്തിൽ താൻ യഹോവയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച് ഒരു ഹല്ലേലൂയ ഒരു വാവിൽ നിൽക്കുമ്പോൾ താൻ ഒരാൾക്ക് വേണ്ടി തന്നെത്താനെ അൺക്ലീൻ ആക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും കർത്താവിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നാം ചിലത് ചെയ്യുമ്പോൾ, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടെ ഹല്ലേലൂയ മാതാപിതാക്കളാകാം, അല്ലെ നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ കുഞ്ഞുങ്ങളാകാം, അങ്ങനെ ആരായാലും ഹല്ലേലൂയ അത്രയും വേണോ, അല്ലെങ്കിൽ അങ്ങനെ വേണോ, അല്ലെ ഹല്ലേലൂയ ആ സ്നേഹബന്ധം, മാനുഷികമായ സ്നേഹബന്ധങ്ങൾ നമ്മളെ ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കുന്നതിൽ നിന്ന് നമ്മെ പിൻവലിക്കുന്നെന്ന് തോന്നിയാൽ അവിടെയും അത് ദൈവഹിതമില്ലാത്ത ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ഡെത്തിന്റെ അനുഭവമാണോ എന്ന് നാം തന്നെ അത് ചിന്തിച്ച് മനസ്സിലാക്കി അറിയണം. അതങ്ങനെ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനേറ്റതായ ഒരു ഡിസേണിങ് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ് ഹല്ലേലൂയ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടത് അത് ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നാം നമ്മെ തന്നെ നാസറൈറ്റ് ആയിട്ട് ഹല്ലേലൂയ യഹോവയ്ക്ക് വേണ്ടി ഈ ഹോളി ആൾക്കാരിൽ നിന്ന് തന്നെയാ ഒരു കൂട്ടം നാസറൈറ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ആ പെട്ടകം ചുമക്കുവാൻ വേണ്ടി ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ
പെട്ടകം ചുമക്കുന്നവർക്ക് ഒരുപാട് വിഷയങ്ങൾ അവരുടെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തമായ അവസ്ഥ, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. ഞാൻ ഇന്ന് വേറൊരു ഭാഗത്തുനിന്ന് ദൈവം എന്നോട് സംസാരിച്ചത് അതാ ജോഷുവ ചാപ്റ്റർ 3 ആ പെട്ടകം ചുമക്കുന്ന ആ പ്രീസ്റ്റിനെ കുറിച്ച് ഹല്ലേലൂയ അവരുടെയൊക്കെ ജീവിതം ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ ആ ബത്ശേമേഷിലേക്ക് പെട്ടകം ചുമന്നുകൊണ്ട് പോയ ആ മിൽക്കിംഗ് കൗസിന്റെ അവസ്ഥ അതെല്ലാം പെട്ടകം ചുമക്കുന്നവരുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തെക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളാണെന്ന് ഹല്ലേലൂയ നമുക്ക് തോന്നാം. എങ്കിലും നാം നമ്മെ തന്നെ കർത്താവേ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കൈപ്പണിയാലല്ലാത്ത ഹല്ലേലൂയ കർത്താവ് തന്നെ ശില്പിയായി നിർമ്മിച്ച് ആ ഹല്ലേലൂയ സ്വർഗലോകത്തെ നോക്കി ആ ഭവനത്തെ നോക്കി ക്രിസ്തുവിനോട് കൂടെ ഒരു കോ വർക്കർ ഓഫ് ക്രൈസ്റ്റ് ആയിട്ട് ഹല്ലേലൂയ കോ വർക്കർ ഓഫ് ക്രൈസ്റ്റ് ആകണമെങ്കിൽ എന്താ കർത്താവ് പോയ പാതയെല്ലാം നാമും ഏറ്റെടുക്കണം. ഹല്ലേലൂയ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അത് ചിലപ്പം കഷ്ടമാകാം, ദുഃഖമാകാം, ചിലപ്പം ഹല്ലേലൂയ ക്രിസ്തുയേശുവിനെ കുറിച്ചും ഹല്ലേലൂയ കർത്താവിനെ കുറിച്ചും എന്താ പറയുന്നത്? ഹി സഫേർഡ് റിപ്രോച്ച് ഔട്ട്സൈഡ് ദ ക്യാമ്പ്. എബ്രായറിൽ നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ പാളയത്തിന് പുറത്ത് ഹല്ലേലൂയ റിപ്രോച്ചസും ഹല്ലേലൂയ സഹിച്ച് ആ ക്രിസ്തുവിനോട് കൂടെ നാമും പാളയത്തിന്റെ പുറത്തായിരിക്കാം. ഹല്ലേലൂയ നാം റിപ്രോച്ച് സഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനേക കാര്യങ്ങൾ വന്നാലും ഹല്ലേലൂയ ധൈര്യം ചോർന്നു പോകാതെ കർത്താവേ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ വോളണ്ടിയർലി എടുത്ത ഹല്ലേലൂയ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് കർത്താവേ നിന്റെ പിന്നാലെ ജീവിതത്തിന്റെ അവസാനം വരെ എന്ത് തന്നെ വന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഞാൻ ആയതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഹല്ലേലൂയ അതിൽ ഹല്ലേലൂയ ദൃഢമായിട്ട് നിൽക്കുവാൻ കർത്താവ് സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് നാം മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.